മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ആളും ഒരു അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയും വളരെ നല്ല ഒരു കമന്റ് എഴുതിയതായിട്ട് എനിക്ക് തോന്നി. ആ കമന്റ് ഇങ്ങനെയാണ്: ഞങ്ങളുടെ പ്രദേശത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജീവിക്കുന്നു. സാറിനെ പോലെയുള്ളവര് ഞങ്ങളെ വിഘടിപ്പിക്കാതിരുന്നാൽ മതി എന്ന കമന്റ്. സാറിനെ പോലെയുള്ളവർ ഞങ്ങളെ വിഘടിപ്പിക്കാതിരുന്നാൽ മതി എന്നൊരു കമന്റ് വളരെ അർത്ഥവത്താണ്. കാരണം മുസ്ലിംസിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ, ക്രിസ്ത്യൻസിനെ കുറിച്ച് പറയുമ്പോൾ, ഹിന്ദുസിനെ കുറിച്ച് പറയുമ്പോൾ അത് അവരുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവുകളൊക്കെ ഉണ്ടാവുന്നു എങ്കിൽ അത് ഒഴിവാക്കിയാൽ കുറെ കൂടി ഞങ്ങൾ സ്വതന്ത്രമായിട്ട് ജീവിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ പ്രഭാഷണങ്ങളിൽ പറയാറുള്ള ഒരു കാര്യമല്ല. എൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഒരു 5-6 ക്രിസ്ത്യാനികൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 4-5-8 മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് 10-800 ഹിന്ദുക്കളോട് പറയാനുള്ളത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങൾ ഇന്ന് കേരളത്തിലും ഭാരതത്തിലും ചെയ്യുന്ന തിന്മകള് വളരെ വ്യക്തമായിട്ട് എണ്ണി പറയും. ക്രിസ്ത്യാനികൾ മതപരിവർത്തനത്തിലും തെറ്റിദ്ധരിപ്പിക്കലിലും പറ്റിക്കലിലും ചെയ്യുന്നതും എണ്ണി പറയാതിരിക്കില്ല. കള്ളനെയും കൊള്ളക്കാരനെയും കള്ളക്കടത്തുകാരനെയും വിമർശിക്കുമ്പോൾ അയാളുടെ മതത്തിലുള്ള എല്ലാ വ്യക്തികളും ഞാൻ വിമർശിക്കുന്നതിന്റെ പാപഭാരം ഏറ്റെടുക്കാൻ പോകുന്നത് എന്തിനാ? അമ്പലത്തില് 5 മുസ്ലിങ്ങള് ഡൊണേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി 98 മുസ്ലിങ്ങളും 95 മുസ്ലിങ്ങളും ചെയ്യുന്ന തിന്മകൾ പറയാതിരിക്കണം എന്നുള്ളത് ഒരു ന്യായമായിട്ട് എടുക്കാൻ സാധിക്കില്ല. 5 പേരെ സുഖിപ്പിക്കാനും അല്ലെങ്കിൽ 5 പേരെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടും മറ്റ് തിന്മകൾ പറയാതിരിക്കാൻ സാധിക്കില്ല. അമ്പലങ്ങളിൽ നടക്കുന്ന തിന്മകൾ, അമ്പലത്തിന്റെ കാര്യങ്ങൾ അകത്തു നിന്നറിയാവുന്ന വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് ചങ്ങനാശ്ശേരിക്ക് അടുത്ത് ഒരു പ്രഭാഷണത്തില് തൃക്കൊടിത്താനം എന്ന അമ്പലത്തില് പ്രഭാഷണം നടത്തുമ്പോൾ അവിടുത്തെ പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നു, ഈ അമ്പലം വളരെ വൃത്തികേടായിട്ടുണ്ട്. ഒരു ക്രിസ്ത്യൻ പള്ളി പോയി നോക്കുക എന്ത് ക്ലീൻ ആൻഡ് നീറ്റാ, മുസ്ലിം പള്ളി നോക്കുക എന്ത് ക്ലീൻ ആൻഡ് നീറ്റാ, നമ്മളുടെ അമ്പലം എന്താ ഇങ്ങനെ ക്ലീൻ ആകാത്തത്? അദ്ദേഹം പറഞ്ഞു 10 ദിവസത്തെ ഉത്സവവും ഇതെല്ലാം കാരണമാണ്. 10 ദിവസത്തെ ഉത്സവം ഉണ്ടെങ്കിൽ എന്താ? ഉത്സവത്തിന് ഇൻകം ഉണ്ട്, ഉത്സവത്തിന് വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കുന്നുണ്ട്, പലരുടെയും കലാപരിപാടികൾ വെക്കുന്നുണ്ട്, അവർക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ക്ലീനാക്കാൻ 10,000-2,000 രൂപ ചെലവാക്കിക്കൂടെ? അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം ഉത്സവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശരിയാക്കാം. അതിങ്ങനെ വീട്ടിലേക്ക് അതിഥിമാര് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട് വൃത്തികേടായിട്ടിരിക്കുക, അവരെല്ലാം പോയി കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ക്ലീനാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ക്ലീനാക്കുന്നത് പോലെ എല്ലാ ദിവസവും എല്ലാ സമയവും ക്ലീനാക്കിയാൽ എന്താ കുഴപ്പം? അവിടെയുള്ള കുറേ സ്ത്രീകൾ പറയുകയുണ്ടായി, ഞങ്ങൾ വൈകുന്നേരം 60-70 സ്ത്രീകൾ ഇവിടെ വരാറുണ്ട്, അപ്പൊ അവർക്കത് ക്ലീൻ ചെയ്തൂടെ? നമ്മുടെ അമ്പലം ക്ലീൻ ആയിട്ടിരിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമല്ലേ? ക്യാൻറ്റീനും അടുക്കളയും ചുറ്റുപാടുകളും കണ്ടു കഴിഞ്ഞാൽ വളരെ വൃത്തികേടായിരിക്കുന്നു. അമ്പലത്തിലെ ഭരണാധികാരികൾക്കും മറ്റുള്ളവർക്കും വേദനിക്കുമെന്ന് തോന്നുന്നു, വേദനിക്കുമെന്ന് വിചാരിച്ച് ചിലത് പറയാനുള്ളത് പറയാണ്ടിരുന്നാൽ എങ്ങനെയാ? മുസ്ലിങ്ങൾ കാട്ടിക്കൂട്ടുന്ന തിന്മകള് എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ല. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ മുസ്ലിം വർഗീയതയാണ്. ഇന്ത്യയിലും കേരളത്തിലും മാത്രമൊന്നുമല്ല, ഇന്ത്യയിൽ തന്നെ നോക്കുക, പഴയ അഹമ്മദാബാദ്, പഴയ ഹൈദരാബാദ്, ജമ്മു കാശ്മീർ, എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവിടെ എല്ലാം മറ്റേത് സ്ഥലത്തേക്കാളും കൂടുതൽ പ്രോബ്ലമാണ്. ഒവൈസി എന്ന് പറയുന്ന മുസ്ലിം MP പറയുകയുണ്ടായി,
എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവിടെയാണ് ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷൻ, അവിടെയാണ് ഏറ്റവും കൂടുതൽ പോലീസ് വാൻ, അവിടെ ഉള്ളവർക്ക് പാസ്പോർട്ട് കൊടുക്കുമ്പോഴാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവിടെയാണ് ഏറ്റവും അധികം വൃത്തികേടുകൾ, അവിടെയാണ് ബാങ്കുകളൊന്നും ഇല്ലാത്തത്, അവിടെയാണ് പബ്ലിക് ഫെസിലിറ്റീസ് ഏറ്റവും കുറവുള്ളത്. ആ കമന്റുകൾ പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞതിന് കറക്റ്റായിട്ട് പ്രധാനമന്ത്രി മറുപടി കൊടുത്ത വേറെ രീതിയിലാണ്. നമ്മൾ മതത്തിന്റെ കാര്യത്തിൽ ചിന്തിക്കേണ്ട, നമുക്ക് ദാരിദ്ര്യവും തിന്മയും വൃത്തികേടുകളും മാറ്റുന്നതിനെതിരെ പോരാടാം, മതത്തിന്റെ പേരിൽ പോരാടണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയുന്നു, എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം സംഭവിച്ചു? ഇന്നും തിരുവനന്തപുരത്ത് ഭീമാപള്ളി പ്രദേശത്ത് ഇലക്ട്രിസിറ്റി മീറ്ററിന്റെ റീഡിംഗ് എടുക്കാൻ പോകാൻ പറ്റില്ല. അവിടുത്തെ കള്ളക്കടത്തും ബാക്കിയുള്ളതും ഒക്കെ ചിന്തിക്കാനേ പറ്റില്ല. എന്തുകൊണ്ടൊരു സമുദായം അങ്ങനെയായി മാറുന്നു? 125 പെൺകുട്ടികള് ലൈംഗികമായിട്ട് പുരുഷന്മാരെ സന്തോഷിപ്പിക്കാൻ നിന്നുകൊടുത്തില്ല എന്ന കാരണത്തില് പച്ചയ്ക്ക് കഴുത്തറുത്തത് ഒരു മതത്തിന്റെ പേരില്ല. കുറച്ചുപേര് ചെയ്യുന്നു, കുറച്ചുപേര് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. ലോകം മുഴുവനും കഴുത്തറക്കുന്നത് ഈ മുസ്ലിങ്ങൾ മാത്രം, തീവ്രവാദ മുസ്ലിങ്ങൾ മാത്രം. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. അപ്പൊ അത് പറയണ്ടേ? നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു എങ്കിൽ ഞാൻ പറയുന്ന തെറ്റിൽ നിങ്ങൾ തീവ്രവാദി അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? തൃക്കൊടിത്താനം അമ്പലം ക്ലീൻ അല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും തൊട്ട് അടുത്തുള്ള മറിയപ്പള്ളി അമ്പലത്തിലെ ആൾക്കാർ എന്തിനാ വിഷമിക്കുന്നേ? ആ അമ്പലത്തെ കുറിച്ചല്ലല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുവെങ്കിൽ ഉണ്ടാകാതിരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. ടിപ്പു സുൽത്താനും ഹൈദരാലിയും മുതൽക്ക് 650 വർഷം ഈ നാടിനെ ഇത്രയും അധികം നശിപ്പിച്ച ഒരു മതം ഉണ്ടെങ്കിൽ അത് ഇസ്ലാം മതമാണ്. ആ ചരിത്രം കേട്ടാൽ ലോകം വറങ്ങലിക്കും. പിന്നെ അതിനെ തുടർന്ന് ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന ലോക കൊലയാളിയുമെല്ലാം ചെയ്തതും തത്തുല്യമായതുകൊണ്ട് ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ അതൊന്നും എഴുതിയില്ല. എന്നാലും സത്യം സത്യമല്ലാതെ ആവില്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാം പറയുന്നത് നിങ്ങളിൽ വിഘടനവാദം ഉണ്ടാക്കും, നിങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലാതെയാകുമെങ്കിൽ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഗോപാലകൃഷ്ണൻ്റെതെല്ലാം നിങ്ങളുടേതാണ്. അതില് സത്യം വിളിച്ചു പറയലും അറിയിക്കലും ഏത് വിഭാഗത്തെ കുറിച്ചിട്ടുള്ളതാണെങ്കിലും ഹിന്ദുക്കളെ കുറിച്ചിട്ടുള്ളതും ശക്തമായി തന്നെ പറയാറുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് യൂട്യൂബില് പ്രോഗ്രാമുകൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് പറയുന്നതും. ചിന്തിക്കാതെയൊന്നുമല്ല, വളരെ വസ്തുതാപരമായിട്ട് ചിന്തിക്കുന്നത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് പിന്നെ വേറൊരു നല്ല കാര്യമുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണ് ടി വിയിലെങ്കിൽ ടി വി ഓൺ ചെയ്യാതിരുന്നൂടെ? ടി വി ഓഫ് ചെയ്തൂടെ? നിങ്ങൾക്ക് വേറെ ചാനലിലേക്ക് പോയിക്കൂടെ? യൂട്യൂബിൽ ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ടിട്ട് സഹിഷ്ണുത ഇല്ല എങ്കിൽ യൂട്യൂബ് ഓഫ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇത് 24 മണിക്കൂറും ഓൺ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. അതുകൂടി അഹമ്മദും നാസറും ഒക്കെ അറിയട്ടെ. പ്രണാമം, നമസ്കാരം.